ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പുലിക്കളിയാണ് നമ്മുടെ ടൗണിൽ. അപ്പോൾ ഞാനമ്മ ചേച്ചിയൊക്കെ ആശുപത്രിയിൽ പോയി വന്നപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അയ്യന്തോൾ ദേശത്തിൻ്റെ ടേബിളിൽ. അപ്പോൾ ഈ ഒരു ടേബിൾ കണ്ടാൽ നല്ല രസമുണ്ടല്ലേ കാണാം, പുലിമീൻ എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീടിൻ്റെ അവിടെ വന്ന് ഓട്ടോറിക്ഷ ഇറങ്ങിയപ്പോൾ നമ്മുടെ അയ്യന്തോൾ സ്കൂളിൽ പുലിവേഷം ഇട്ട ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിറ്റിംഗ് ആണ്, അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ പുലിക്കളി കാണാൻ വേണ്ടി ടൗണിലേക്ക് പോവാണ്. നിച്ചു ഒരു ഹായ് കൊടുത്ത്. ഹായ് ഗായ്സ്, നമ്മളെങ്ങോട്ട് പോണേ? പുലിക്കളി പറ. ഇത് അമ്മ വല്യമ്മ നിച്ചു സിനിമയ്ക്ക് പോകാൻ ഞങ്ങൾ പുലിക്കളി പോവാ കേട്ടാ. ഓക്കെ, അപ്പം മാളൂനും തുണ്ടൂരും കാണിച്ചു തരാം. മാളു തുണ്ടു അത് ഞാൻ മൊബൈലടിച്ചിട്ട് അപ്പം നമുക്ക് ടൗണിൽ പോയിട്ട് ബാക്കിയാവും. ഓക്കെ, ബൈ. അപ്പം അങ്ങനെ അവരെ പറഞ്ഞു വെച്ചുട്ടായില്ലേ, ഞങ്ങളെ കുറച്ച് ആൾക്കാർ കൂടുതലായ കാരണം 2 ഓട്ടോയാണ് വിളിച്ചത്. അപ്പം ഞാൻ അമ്മയും മോളും വേറെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ എത്തും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിൽ എത്തിയിട്ടോ. അപ്പോൾ അവർ ഞങ്ങൾ വരുന്നേക്കാളും മുന്നേ ഒരു ഹോട്ടലിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് അവരെ കണ്ടെത്തിങ്ങി നേരെ നമുക്ക് റൗണ്ടിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അവിടെയാണ് പുലിക്കളിയൊക്കെ കളിക്കണത്. ഭയങ്കര തിരക്കാണ് കേട്ടോ. നമുക്ക് അടുത്ത് പോലും എത്താൻ പറ്റില്ലാത്ത അത്രയും തിരക്കാണ് കേട്ടോ. അപ്പം നിച്ചു ഇപ്പം പുലിക്കളി കാണാൻ വേണ്ടി അവൻ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ തിരക്കിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയോ കയറി കാണാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് പുലിക്കളി കാണാം.
അപ്പം അങ്ങനെ ഞങ്ങൾ അതേന കുറച്ച് നേരം പുലിക്കളിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് കയറിയിട്ട് അപ്പോൾ അവിടെ നിച്ചു ഭയങ്കര കരച്ചിലിട്ട് അവന് കളിപ്പാട്ടങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അതേ നിച്ചുവിന് അമ്മയും അവൻ്റെ അമ്മയും കൂടി പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കുറേ സമ്മാനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് കിട്ടുന്ന ആൾക്കാർക്കും തേർഡ് കിട്ടുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഗാനമേള കാണാൻ വിചാരിച്ചു. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പറമ്പിലൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, വെള്ളവും കപ്പലണ്ടിയും അതൊക്കെ കഴിച്ച് ഞങ്ങൾ സിദ്ധാർത്ഥിൻ്റെ ഗാനമേള കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഇരുന്നു. അപ്പം അങ്ങനെ ഇതെല്ലാം കണ്ടത് ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത വർഷം വരെ നമ്മൾ കാത്തിരിക്കണം കേട്ടോ നമ്മുടെ പുലിക്കളിയൊക്കെ കാണാൻ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ ഓക്കെ, ബായ്.